ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല ടേസ്റ്റുള്ള ഗോതമ്പ് ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള ഗോതമ്പ് ദോശയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റേ വേണ്ടൂ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ ഇതാ ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇവിടെ തണുപ്പുള്ള കാരണമാണ് വെളിച്ചെണ്ണ അങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക. ചെറിയ ജീരകം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, നിർബന്ധമില്ല ചെറിയ ജീരകം വേണമെന്ന്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്ന്, പിന്നെ ഒരു 1.5 ടീസ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് പച്ചമുളക് എരിവിന് ആവശ്യം ഇത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു നുള്ള് കായം. കായം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട, കായത്തിൻ്റെ പൊടി കേട്ടോ, ഒരു നുള്ള് ചേർക്കുക. പിന്നെ ഇതിലേക്കൊരു തക്കാളിയാണ് ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. വല്ലാതെ അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്, കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ വല്ലാതെ കുറേ നേരിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടിയും ചേർത്തിട്ട് വഴറ്റുക. സാധാരണ ഗോതമ്പ് ദോശ അങ്ങനെ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അങ്ങനെ തക്കാളിയൊന്നും സാധാരണ അധികം ചേർക്കാറില്ല. അപ്പോൾ ഈ തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അതേപോലെ ഈ പരിപ്പൊക്കെ വറുത്തിട്ടിട്ട്, അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പിടി നാളികേരം കൂടി ചിരകിയത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഈ ബാറ്ററിലേക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ വെജിറ്റബിൾസ് വഴറ്റുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് വഴറ്റി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതേപോലെ മുരിങ്ങയില ചേർത്തിട്ട് വഴറ്റി കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ക്യാരറ്റ് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ചേർത്തിട്ടില്ല. അപ്പോൾ ക്യാരറ്റ് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ക്യാരറ്റിൻ്റെ ഫ്ലേവർ വേറെ അറിയൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. വറുത്തതോ വറക്കാത്തതോ ഏതായാലും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അരിപ്പൊടി ചേർക്കുമ്പോൾ ഒന്ന് കട്ടിക്കാവും. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇതൊരു 5 മിനിറ്റ് ഒന്ന് വെക്കുക, കാരണം അരിപ്പൊടി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗോതമ്പ് പൊടി കലക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ അരിപ്പൊടി ചേർത്താൽ മതി കേട്ടോ. ഈ അരിപ്പൊടി ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ് വേണ്ടതെങ്കിൽ അരിപ്പൊടി ചേർക്കണ്ട. കുറച്ചിങ്ങനെ ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മാത്രം അരിപ്പൊടി ചേർത്താൽ മതി കേട്ടോ. ഇനി ഇത് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ചുട്ടെടുക്കാം. കുറച്ച് കനം കുറച്ചിട്ട് പരത്താം കേട്ടോ, വല്ലാതെ അങ്ങനെ കട്ടിയിൽ പരത്തണ്ട. മുകൾ വശം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ആവശ്യത്തിന് നെയ്യ് തൂവി കൊടുക്കുക. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ, നല്ലെണ്ണ ഏത് വേണമെങ്കിൽ ആവാം. നെയ്യാവുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് മറിച്ചിടുക. പിന്നെ നമുക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ അത്ര മൊരിച്ചെടുക്കുക കേട്ടോ. ഇതാ ദോശയൊക്കെ റെഡി ആയിരിക്കുന്നു. ഈ ഒരു ദോശയ്ക്ക് ചട്നിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ചൂടോടുകൂടി നല്ല നെയ്യൊക്കെ പുരട്ടിയിട്ടുള്ള ദോശയാണെങ്കിൽ പിന്നെ ചട്നീൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും കോക്കനട്ട് ചട്നിയോ അല്ലെങ്കിൽ പിന്നെ തക്കാളി ചട്നിയോ ഏത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.